ഇച്ചായ, ഇച്ചായ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? രാത്രിയിൽ അവന്റെ നെഞ്ചിൽ തല വെച്ചുകൊണ്ടവൾ ചോദിച്ചു. എന്നതാടി പെണ്ണെ ഒരു കള്ള ലക്ഷണം? നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും കള്ളം പറയൂടി? എന്നാ പറ, നിങ്ങൾക്ക് എന്നെയാണോ കൂടുതൽ ഇഷ്ടം, അതോ ഇച്ചായൻ്റെ ജോലിയാണോ? അതിന് ഞാൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു പട്ടാളക്കാരനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം. എടീ, ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആദ്യ പ്രണയം അത് രാജ്യമാണ്. അതിനവൾ മുഖം വീർപ്പിക്കുന്നത് കണ്ട് ചിരി കടിച്ചു പിടിച്ചു. നിന്നെ ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ദാ ഇത്. അവളുടെ വീർത്ത വയറിൽ തഴുകി ഞാൻ പറഞ്ഞു. എന്നാലും പറ, എന്നോട് എത്ര ഇഷ്ടമുണ്ടെന്ന്? വീണ്ടും അവൾ ചോദിക്കുന്ന കേട്ട് ഞാൻ കപട ദേഷ്യത്തിൽ പറഞ്ഞു, മിണ്ടാതെ കിടന്നുറങ്ങടി. ഒട്ടപ്പാതിരയ്ക്ക് അവളുടെ ചോദ്യം. അവൻ്റെ ഓർമ്മകൾ 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ദിവസങ്ങളിലേക്ക് പോയി. നാട്ടിൽ ലീവിന് വന്ന സമയം പെട്ടിയും സാധനങ്ങളുമായി കവലയിലേക്കുള്ള ബസ് കാത്തു നിൽക്കുന്ന സമയത്താണ് കോരി ചൊരിയുന്ന മഴ പെയ്തത്. കാലം തെറ്റിയുള്ള മഴയാണ് നാശം പിടിക്കാൻ. അതും ചിന്തിച്ച് നിന്നപ്പോഴാണ് ബസ് വന്നത്. ഒരു തരത്തിൽ ബസ്സിൽ കയറി സീറ്റ് ഉറപ്പിച്ചു. പുറകിൽ നിന്നുള്ള ഒരു കാർന്നൂരുടെ ഉച്ചത്തിലുള്ള സൗണ്ട് കേട്ടാണ് എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോയത്. ഓരോന്നൊക്കെ വലിച്ചും കയറി വന്നോളൂ, ബാക്കിയുള്ളവരൊക്കെ കൂടി മെനക്കെടുത്താൻ. ഇതൊക്കെ മഴ കാണാത്ത നാട്ടിൽ കിടന്നതാണോ? അയാളുടെ പറച്ചിൽ കേട്ട് മുൻപിലെ സീറ്റിലെ പെൺകുട്ടി എടുത്തടിച്ച പോലെ പറയുന്ന കേട്ടിട്ടാണ് ഞാൻ അവളെ ശ്രദ്ധിച്ചത്. അതേ ചേട്ടാ, ജനിച്ച അന്ന് മുതൽ മരുഭൂമിയിലായിരുന്നു, ഇപ്പോഴാ ഒരു മഴ കാണുന്നേ. അതിന് ചേട്ടൻ എന്താ? അവളുടെ സംസാരം കേട്ട് എൻ്റെ കിളി പറന്നു. നേവി ബ്ലൂ കളറിലുള്ള ഒരു ചുരിദാറാണ് വേഷം. ചമയങ്ങളൊന്നുമില്ലാത്ത മുഖം, നെറ്റിയിൽ ഒരു പൊട്ടുണ്ട്, പിന്നെ നീണ്ട കണ്ണുകളിൽ കരിമഷിയും. ഇതിനേക്കാളേറെ എന്നെ ആകർഷിച്ചത് അവളുടെ നീണ്ട മുടിയായിരുന്നു. പണ്ടേ മുടി എനിക്ക് വീക്ക്നെസ് ആണ്. പിന്നെയും അവളുടെ പുറകിലെ സീറ്റിലിരിക്കുന്ന ചേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും കേട്ട ഭാവം നടിക്കാതെ കമ്പിയിൽ നിന്ന് ഇറ്റു വീഴുന്ന മഴത്തുള്ളികളെ തട്ടിത്തെറിപ്പിക്കുന്ന തിരക്കിലായിരുന്നു അവൾ. അവസാനം സഹികെട്ട് കണ്ടക്ടർ അവളുടെ സീറ്റിലെ ഷട്ടറിട്ടതും ചുണ്ട് കൂർപ്പിച്ചു വിതുമ്പുന്ന അവളുടെ മുഖഭാവം ആ മങ്ങിയ വെട്ടത്തിലും എന്നിൽ ചിരി പടർത്തി. ആ യാത്രയിൽ പലതവണ എൻ്റെ കണ്ണുകൾ അവളെ തേടി പോകുന്നുണ്ടായിരുന്നു. എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ്. എൻ്റെ മുമ്പിലെ സ്റ്റോപ്പിൽ അവൾ ഇറങ്ങിപ്പോയതും വല്ലാത്തൊരു ശൂന്യത എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പിന്നീട് പലതവണ അവളെ പല സ്ഥലങ്ങളിൽ കണ്ടു. പക്ഷെ അന്നൊന്നും സംസാരിക്കാനുള്ള ഒരവസരം കിട്ടിയില്ല. പിന്നീട് അവൾ പോകുന്ന കോളേജ് വഴികളിലും പള്ളിമുറ്റത്തും ഒക്കെ അവളെ പിന്തുടരുന്നത് സ്ഥിരം കലാപരിപാടിയായി. അവളും എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. ആ ഉണ്ട കണ്ണുരുട്ടിയുള്ള അവളുടെ ദർശന പുണ്യം ഒഴിച്ചാൽ വേറെ ഒരു ഭാവവ്യത്യാസം ആ മുഖത്തുണ്ടായിരുന്നില്ല. ലീവ് തീരാൻ ഒരാഴ്ച ബാക്കി നിൽക്കെ രണ്ടും കൽപ്പിച്ച് എൻ്റെ ഇഷ്ടം അറിയിക്കാൻ തീരുമാനിച്ചു. മഴയുള്ള വൈകുന്നേരം പതിവ് പോലെ അവളെ കാത്തു നിൽക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വികാരമായിരുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ നമ്മുടെ രാജ്യത്തെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന പട്ടാളക്കാരനാണ് ഞാൻ. ആ ഹൃദയത്തിൻ്റെ ഹൃദയമിടിപ്പാവാൻ പോരുന്നോ എന്ന എൻ്റെ ചോദ്യത്തിന് അവളുടെ വലത്തെ കൈയെടുത്ത് എൻ്റെ നെഞ്ചിൽ വെച്ചിട്ട് പറഞ്ഞു, അല്ലെങ്കിലും ഈ ഹൃദയമിടിപ്പ് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാൻ തുടങ്ങിയിട്ട് മാസം 1 ആവുന്നു. ഇങ്ങനെ വഴിയിൽ പിടിച്ചു നിർത്താതെ വീട്ടിലേക്ക് വന്ന് ആലോചിക്കും മാഷേ. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ആ ആഴ്ചയിൽ തന്നെ ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു. അവധി കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവളെ പിരിയുന്നതിലുള്ള നൊമ്പരമായിരുന്നു. അടുത്ത വരവിനെങ്കിലും അവൾ എൻ്റെ സ്വന്തമാകുമെന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. രാവിലെ നിർത്താതെയുള്ള ഫോൺ ബെല്ലാണ് എന്നെ ഉണർത്തിയത്. ഫോൺ വെച്ച ശേഷം എൻ്റെ മുഖത്ത് തെളിച്ചമില്ലായ്മ കണ്ടിട്ടാവണം പെണ്ണ് ചോദ്യം തുടങ്ങി. എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു പോകണം. എന്തോ ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ടെന്ന്. 4-5 ദിവസത്തെ കാര്യമുള്ളൂ, പോകാതെ പറ്റില്ലടി. ഇറങ്ങാൻ നേരം അവളുടെ ഉന്തിയ വയറിൽ ചുംബിക്കുമ്പോൾ എനിക്ക് പേടിയ ഇച്ഛായനില്ലാത്തപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ബാക്കി പറയാൻ അനുവദിക്കാതെ ആ നെറ്റിയിൽ ഒരു മുത്തവും നൽകി ഇറങ്ങി. തിരിഞ്ഞു നോക്കരുതെന്ന് മനസ്സ് പറഞ്ഞപ്പോഴും എൻ്റെ കണ്ണുകൾ ചതിച്ചിരുന്നു. നിറഞ്ഞ് മിഴിയാലെ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ഒരു നിമിഷം എൻ്റെ ജോലിയെ ഞാൻ വെറുത്തുപോയി. ഒരു പൊട്ടി പെണ്ണാണ്. ചെറിയ പനി വന്നാൽ പോലും എന്തോ
മാറ അസുഖമാണെന്ന് പറഞ്ഞ് ബഹളം കൂട്ടുന്നവൾ. ഈ ലോകത്തെ ഏറ്റവും പേടിയവൾക്ക് സൂചിയാണ്. കല്യാണം കഴിഞ്ഞ് ആദ്യമായി യാത്ര പറഞ്ഞു പോകുമ്പോൾ അവളുടെ കണ്ണിറയുന്നത് കണ്ടിട്ട് ആ മുഖം കൈക്കുമ്പിളിലെടുത്ത് പറഞ്ഞു, ചങ്കുറപ്പുള്ള ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ ഇത്ര തൊട്ടാവാടിയാകരുത്. ഇന്ന് ഈ നിമിഷം നീ എനിക്ക് വാക്ക് തരണം. ഒരിക്കലും നാളെ എന്തു തന്നെ സംഭവിച്ചാലും ഈ കണ്ണുകൾ നിറയില്ല എന്ന്. മറുപടിയായി എൻ്റെ നെഞ്ചിൽ ചാരി ഇറുകെ പുണർന്നുകൊണ്ടവൾ പറഞ്ഞു, ഒരിക്കലും കരയില്ല ചായ. പിന്നീട് പല വേർപാടുകൾ ഞങ്ങളെ തേടിയെത്തിയെങ്കിലും ഒരു വാശി പോലെ അവൾ സങ്കടം കാണിക്കില്ല. ചോദിച്ചാൽ പറയും എൻ്റെ ഇച്ഛായിന് തന്ന വാക്ക് ഒരിക്കലും തെറ്റിക്കില്ലെന്ന്. അങ്ങനെയുള്ളവളാണ് ആദ്യമായി കരഞ്ഞത്. ഈ ആഴ്ച ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്യാനിരുന്നതാണ്. എന്തൊക്കെയോ ചെറിയ കോംപ്ലിക്കേഷനുണ്ട്, അവൾക്കറിയില്ല എന്നും പറയും. എൻ്റെ ഇച്ഛായൻ ആ സമയത്ത് എൻ്റെ കൂടെ വേണമെന്ന്. നമ്മുടെ കുഞ്ഞിനെ ആദ്യം ഏറ്റുവാങ്ങുന്നത് എൻ്റെ കൈകളിലായിരിക്കണമെന്ന് അവളുടെ ആഗ്രഹം പോലെ ലീവ് മേടിച്ച് വന്നതാണ്. പക്ഷേ 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള മടക്കയാത്രയിൽ അകാരണമായി ഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ സന്തോഷം അധികരിച്ചിട്ടാവും. ഇന്നലെ വിളിച്ച വിശേഷങ്ങളൊക്കെ തിരക്കിയെങ്കിലും ഇന്ന് വരുന്ന കാര്യം എല്ലാവർക്കും ഒരു സർപ്രൈസായി വെച്ചിരിക്കുകയാണ്. മാത്രവുമല്ല 1 മാസത്തെ ലീവ് നീട്ടിക്കിട്ടുകയും ചെയ്തു. ഇതറിയുമ്പോൾ പെണ്ണ് തുള്ളിച്ചാടും. ഓരോന്നാലോചിച്ച് വീടെത്തിയത് പോലും അറിഞ്ഞില്ല. ഗേറ്റ് പൂട്ടിക്കിടക്കുന്ന കണ്ട് വല്ലാത്തൊരു പേടി തോന്നി. മോൾക്ക് പ്രസവവേദനയായിട്ട് അവരൊക്കെ ഇന്നലെ പുലർച്ചെ ഹോസ്പിറ്റലിലേക്ക് പോയി. അടുത്ത വീട്ടിലെ ചേച്ചി പറയുന്നത് കേട്ടതേ ഓർമ്മയുള്ളൂ. ഒരു ഓട്ടമായിരുന്നു. ലേബർ റൂമിന്റെ വാതിക്കൽ കരഞ്ഞു തളർന്നിരിക്കുന്ന അമ്മയുടെയും അച്ഛൻ്റെയും മുഖം കാണുകെ എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് മനസ്സ് പറഞ്ഞു. മോനെ, അവളെ കയറ്റിയിട്ട് ഒത്തിരി നേരമായി, ഒന്നും പറയുന്നുമില്ല, അമ്മയ്ക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഡോക്ടർ ഡോറ് തുറന്നു. എൻ്റെ ആദ്യയോടെയുള്ള മുഖം കണ്ടിട്ടാവണം നമുക്ക് മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞത്. അറിയാലോ, ഓൾറെഡി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പ്രഷറും കൂടി. ഒരു 50% ചാൻസ് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. സിസേറിയന് വേണ്ടി അനസ്തേഷ്യ എടുത്തിരിക്കുകയാണ്. നന്നായി പ്രാർത്ഥിച്ചോളൂ. ഡോക്ടർ, എനിക്കവളെ ഒന്ന് കാണണം. സ്വബോധം വീണ്ടെടുത്ത് ഞാൻ പറഞ്ഞു. അകത്ത് ഒന്നും അറിയാതെ മയങ്ങുന്നവളെ നോക്കിയിരുന്നു. ആ കൈ കോർത്തു പിടിച്ച് പറഞ്ഞു, ഇപ്പം ഈ നിമിഷം ഒരു വാക്കുതാ. പോകുന്ന പോലെ ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ കുഞ്ഞുമായി തിരിച്ചു വരുമെന്ന്. ഇത്രയും നേരം കരുതി വെച്ച ധൈര്യം ചോർന്നുപോയി. അറിയാതെ പൊട്ടിക്കരഞ്ഞു. സമ്മതം എന്നോണം ആ വിരലുകൾ പതിയെ അനങ്ങി. പുറത്ത് കാത്തു നിൽക്കുമ്പോൾ ശരീരത്തിൽ ഓരോ അണുവിലും സൂചി കുത്തുന്ന വേദന. സമയത്തിന് ദൈർഘ്യം കൂടിയ പോലെ അറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും മനസ്സിലോർത്തു. ഇതേവരെ ഒന്നിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും കണ്ടറിഞ്ഞ് നടത്തി തന്നു. എന്നിട്ടിപ്പോ ചെവിയിൽ എനിക്ക് പേടിയായി ചായ എന്നവളുടെ പറച്ചിൽ അലയടിച്ചു. തലയ്ക്ക് വല്ലാത്ത ഭാരം, ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന വേദന. ഹൃദയതാളം തെറ്റിമിടിച്ചു. പ്രിയപ്പെട്ട എന്തോ അകന്നു പോകുന്ന പോലെ. മണിക്കൂറുകൾക്കപ്പുറം നഴ്സ് വന്ന് ഒരു മാലാക കുഞ്ഞിനെ കയ്യിൽ തിന്നിട്ട് പറഞ്ഞ വാക്കുകൾ കേട്ട് തറഞ്ഞു നിന്നുപോയി. നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോ പേടിക്കാനൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് കയറി കണ്ടോളൂ. ഉറക്കമുണർന്നതും ആ കണ്ണുകൾ എന്നെ കണ്ട് തിളങ്ങുന്നത് കണ്ടു. പേടിച്ചു പോയോ? ഇച്ഛായിന് വാക്ക് തന്നതല്ലേ ഞാൻ തിരിച്ചു വരുമെന്ന്. ആ വാക്ക് ഞാൻ തെറ്റിക്കോ? എന്നോട് വലിയ ഡയലോഗ് അടിച്ചിട്ട് ചങ്കുറപ്പുള്ള പട്ടാളക്കാരന് കരയാൻ നാണമില്ലേ? എൻ്റെ കൺകോണിലിരുന്ന് കണ്ണുനീർ തുടച്ചുകൊണ്ടവൾ പറയുന്നത് കേട്ട് ചിരിച്ചു. മറുപടിയായി ഒരു മുത്തം ആ കവിളിൽ കൊടുക്കാൻ പോയതും എൻ്റെ ചുണ്ടിന് കുറുകെ അവളുടെ വിരലുകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, ഇനിയെങ്കിലും പറ, എന്നെ എത്ര ഇഷ്ടമുണ്ടെന്ന്. ഈ ലോകത്ത് നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മഴയുടെ അത്രയുമുണ്ട് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം. പെയ്തൊഴിഞ്ഞതും ഇനിയും പെയ്യാനിരിക്കുന്നതുമായ മഴയുടെ അത്രയും. അതും പറഞ്ഞ് ആ കവിളിൽ മുത്തമിടുമ്പോൾ ഞങ്ങളുടെ എല്ലാ സംഗമത്തിലും സാക്ഷിയായ മഴ പുറത്ത് തിമിർത്തു പെയ്യുന്നുണ്ടായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.